ആടിനെ റാഞ്ചിയ കാക്ക. കഴുകൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയാണ്. അവൻ വിശന്നു വലഞ്ഞു. അപ്പോൾ താഴെ ഒരാട്ടിൻകുട്ടി ഒറ്റപ്പെട്ട് ഓടി നടക്കുന്നു. കഴുകൻ പറന്ന് താണിറങ്ങി അതിനെ റാഞ്ചിയെടുത്തു കൊണ്ടുപോയി. ഒരു കാക്ക ഈ കാഴ്ച കണ്ടു. കഴുകനെപ്പോലെ ഒരാടിനെ താനും റാഞ്ചിയെടുക്കുമെന്ന് ആ കാക്ക തീരുമാനിച്ചു. അവൻ പറന്ന് ആട്ടിൻപറ്റത്തിനരികെ ചെന്നു. എന്നിട്ട് അതിലെ വലിയൊരാടിനെ റാഞ്ചാൻ ശ്രമിച്ചു. അവൻ ആടിൻ്റെ പുറത്തിരുന്നു. നീണ്ടു വളർന്ന് ചുറ്റിപ്പിണഞ്ഞ രോമമുള്ള ആ ചെമ്മരിയാടിൻ്റെ രോമത്തിനിടയിലൂടെ കാക്ക കാലുകൾ താഴ്ത്തി. സാധാരണ കാക്കകൾ കൊക്കുകൊണ്ടാണല്ലോ ആഹാരസാധനങ്ങൾ കൊത്തിയെടുക്കുക. പക്ഷേ ഈ കാക്ക കഴുകനെപ്പോലെ കാലുകളാണ് അതിനുപയോഗിച്ചത്. കാക്കയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും തൻ്റെ നഖങ്ങൾ ആടിൻ്റെ ശരീരത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. കാക്ക വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. പക്ഷേ കാക്കയുടെ കാലുകൾ ആടിൻ്റെ രോമങ്ങൾക്കിടയിൽ കെട്ടുപിണയുകയാണുണ്ടായത്. കാക്കയ്ക്ക് അനങ്ങാൻ പറ്റാതായി. ചെമ്മരിയാടിൻ്റെ നീണ്ടു വളർന്ന രോമങ്ങൾ ആ കാക്കയെ പിടിച്ചുകെട്ടി. കാക്ക കിടന്ന് പിടയാൻ തുടങ്ങി. കാക്കയുടെ ഈ പിടച്ചിൽ ആട്ടിൻപറ്റത്തിൻ്റെ ഉടമസ്ഥനായ ആട്ടിടയൻ കണ്ടു. ഈ കാഴ്ച കണ്ട അയാൾ ഒരു ചരടെടുത്ത് കാക്കയുടെ കാലിൽ കെട്ടി. അതിനെ ആടിൻ്റെ രോമങ്ങൾക്കിടയിൽ നിന്ന് വേർപെടുത്തി. എന്നിട്ട് ആ കാക്കയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആട്ടിടയൻ ആ കാക്കയെ എന്തു ചെയ്തു? കുട്ടികൾക്ക് കളിക്കാൻ ഇട്ടുകൊടുത്തു. അങ്ങനെ കാക്കയുടെ സാഹസം അവസാനിച്ചു. തന്നെക്കാളും വലിയ പക്ഷിയായ ആ കഴുകൻ്റെ ആ ഒരു ആടിനെ റാഞ്ചിയ ആ ഒരു കാഴ്ച കണ്ടാണല്ലോ ചെറിയൊരു പക്ഷിയായ കാക്കയ്ക്ക് ഈ ഒരു തോന്നലുണ്ടായത്. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അതല്ലേ ശരി? ഇതിലെ സാരോപദേശം എന്താണ്? കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ചിന്തിക്കാതെ അന്യൻ്റെ ശക്തി തനിക്കുമുണ്ടെന്ന് കരുതുന്നവൻ ആപത്തിൽ ചെന്ന് ചാടുന്നു. കാക്കയ്ക്കും അതാണ് സംഭവിച്ചത്. തൻ്റെ ശക്തിയുടെ ആഴമറിയാതെ വെറുതെ ചെമ്മരിയാടിൻ്റെ ദേഹത്ത് കാലുടക്കിയ കഥ ഇഷ്ടമായോ?